LDF കൺവീനർ EP ജയരാജന്റെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തിരഞ്ഞെടുപ്പ് ദിവസവും തുടരുകയാണ്. BJP ദേശീയ നേതാവായ പ്രകാശ് ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന EP-യുടെ പ്രതികരണമാണ് ഇപ്പോഴുള്ള എല്ലാ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഇതിന് തൊട്ടുപിന്നാലെ ഇപ്പോൾ പാർട്ടി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. ഈ വിവാദത്തിൽ EP ജയരാജനെ ശക്തമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. കണ്ണിൽ കണ്ട എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നത് ശരിയല്ല എന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും എന്ന ചൊല്ല് ഓർക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ന് ആരെയൊക്കെയാണ് വഞ്ചിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കമുണരുന്ന ആളുകൾ ചുറ്റുമുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ടോ ലോഹ്യമോ അതിരുകവിഞ്ഞ സ്നേഹബന്ധമോ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കണമെന്ന താക്കീതും മുഖ്യമന്ത്രി നൽകി. EP ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെയുള്ള അനുഭവമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ദല്ലാൾ നന്ദകുമാർ എങ്ങനെയാണെങ്കിലും തനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ള ആളാണെന്നും ആരാണോ പണം കൊടുക്കുന്നത് അതനുസരിച്ച് വാദങ്ങൾ നിരത്താൻ ഒരു മടിയുമില്ലാത്ത ആളാണെന്നും പറഞ്ഞു. അത്തരം ആളുകളുമായുള്ള ബന്ധമോ ലോഹ്യമോ പാടില്ല എന്നും പരിചയമൊക്കെ ഉണ്ടാകും, പക്ഷേ അതിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുതെന്ന താക്കീതും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി. EP ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ശാസിച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഉടനടി കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ പറഞ്ഞിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വന്നത് CPM BJP ഡീൽ പുറത്തു വന്നതിന്റെ ജാള്യം മറയ്ക്കാനാണെന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ജയരാജനിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും കടിച്ചു തൂങ്ങാതെ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിനും അഭികാമ്യമെന്നായിരുന്നു MM ഹസന്റെ മറുപടി. കേരളത്തിൽ CPM BJP ഡീലിന്റെ സൂത്രധാരൻ ജയരാജനാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരമാണ് ദീർഘകാലമായി ചർച്ച നടക്കുന്നതെന്നും ഹസൻ പറഞ്ഞു. കേരളത്തിൽ UDF തരംഗമാണെന്നും മോദിക്കും പിണറായിക്കുമെതിരെ ജനവികാരം ആളിക്കത്തുകയാണെന്നും ഹസൻ ചൂണ്ടിക്കാട്ടി. ഈ സംഭവത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും രംഗത്തെത്തിയിരുന്നു. കൂടിക്കാഴ്ച ഒഴിവാക്കാമായിരുന്നെന്നും കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എല്ലാവർക്കും പ്രധാനമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എല്ലാവർക്കും അണികളെ പഠിപ്പിക്കാൻ നോക്കാറുണ്ട്. ആ മൂല്യബോധം പാലിക്കാൻ ആരെക്കാളും ബാധ്യത നേതാക്കൾക്കുണ്ട്. കളങ്കിത വ്യക്തികളുടെ കമ്പോള താല്പര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ പെട്ടുപോകരുത്. കൂടിക്കാഴ്ചയെപ്പറ്റി കൂടുതലൊന്നും തനിക്ക് അറിയില്ലെന്നും എന്തു തന്നെയാണെങ്കിലും അത് ഒഴിവാക്കാമായിരുന്നുവെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. BJPയുമായി ചർച്ച നടത്തിയ വിവാദത്തിൽ ജയരാജനെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും തെറ്റായ പ്രചാരണം അഴിച്ചുവിടുമെന്നും അതിന്റെ ഭാഗമായി മാത്രമേ ജയരാജനെതിരായ ആരോപണത്തെ ജനങ്ങൾ കാണൂവെന്നും EP ജയരാജൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമാണെന്നും പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണെന്നും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും ആവേശം കൊള്ളിക്കുന്നതുമാണ്. EP-യെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം CPM-നെയും LDF-നെയും ഉന്നം വെച്ചുള്ളതാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അത്തരം ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തിരുവനന്തപുരത്തെ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ടുവെന്നാണ്. കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു. ജാവദേക്കർ ഇങ്ങോട്ട് വന്ന് കണ്ടതാണ്. തന്നെ പരിചയപ്പെടാനാണ് വന്നത്. അത് വിശ്വസിക്കുന്നു. വീട്ടിൽ വന്ന ആളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? അതുവഴി പോയപ്പോൾ കാണാൻ വന്നതാണ്. മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് താൻ ഇറങ്ങി. തൊട്ടു പിന്നാലെ അദ്ദേഹവും ഇറങ്ങി. ജാവദേക്കറെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നന്ദകുമാറാണ്. സംസാരിച്ചാൽ മാറിപ്പോകുന്നതല്ല തന്റെ രാഷ്ട്രീയം. തന്നെ കാണാൻ വന്നവരെ കുറിച്ചെല്ലാം പാർട്ടിയോട് പറയേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് K സുധാകരൻ BJPയിലേക്ക് പോകുന്നതിനെ ലഘൂകരിക്കാൻ ശ്രമം നടന്നു. സുധാകരന്റെ RSS BJP ചാട്ടത്തിന് ഞങ്ങളെ ഉപയോഗിക്കേണ്ട. നടന്നത് ആസൂത്രിത ഗൂഢാലോചനയാണ്. ഇന്ന് വരെ BJP നേതാവ് ശോഭാ സുരേന്ദ്രനെ അടുത്തു കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രനും K സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ് ആരോപണത്തിന് പിന്നിൽ.
ശോഭയുമായി തന്റെ മകനും ബന്ധമില്ല. കൊച്ചിയിലെ ഒരു കല്യാണത്തിൽ വെച്ച് ശോഭ മകന്റെ നമ്പർ വാങ്ങുകയായിരുന്നു. ശോഭയാണ് മകന് വാട്സപ്പിലൂടെ ചിത്രങ്ങൾ അയച്ചത്. ഡൽഹിയിലേക്ക് പോയിട്ട് 2 വർഷമായി. വിവാദ ദല്ലാൾ നന്ദകുമാറിനൊപ്പം തനിക്ക് പോകേണ്ട കാര്യമില്ല എന്നിങ്ങനെയായിരുന്നു ഇപിയുടെ വാക്കുകൾ. LDF കൺവീനർ ഇ.പി. ജയരാജനുമായുള്ള ചർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് BJP സംസ്ഥാന അധ്യക്ഷനായ കെ. സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു. ഇരു മുന്നണികളിലെയും അസംതൃപ്തരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജൂൺ 4 കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത പലരും NDAയിൽ എത്തുമെന്നും കെ. സുരേന്ദ്രൻ അവകാശപ്പെട്ടിരുന്നു. കെ. സുരേന്ദ്രന്റെ ഈ പ്രസ്താവനയും അതുപോലെ തന്നെ ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ച വിവാദവും ചേർത്ത് വായിക്കുമ്പോൾ ഇ.പി. ജയരാജൻ BJPയിലേക്ക് പോകുമോ എന്ന വിലയിരുത്തലുകൾ നിലവിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽക്കേ നിരവധി നേതാക്കൾ BJPയിലേക്ക് ചേർന്നിരുന്നു. എന്നാൽ അതിൽ കൂടുതലും കോൺഗ്രസ് നേതാക്കളും അണികളും തന്നെയായിരുന്നു. അതേസമയം തന്നെ ഇനിയും നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ട് പോകുമെന്നും അവർ BJPയിൽ ചേരുമെന്ന വിലയിരുത്തലുകളുണ്ടായിരുന്നു. കൂടാതെ ഇരു മുന്നണികളിലും അസംതൃപ്തരായ പലരുമുണ്ട്. അവരെല്ലാം തന്നെ BJPയിലേക്ക് ചേരുമെന്നും കെ. സുരേന്ദ്രൻ സൂചന നൽകിയിരുന്നു. BJPയിലെ പല നേതാക്കളും അവകാശപ്പെട്ടതുപോലെ UDFിൽ നിന്നും പല നേതാക്കളും BJPയിലേക്ക് ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കെ. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇനിയും അത്തരത്തിൽ മറ്റ് മുന്നണികൾ ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അതിൽ ഇ.പി. ജയരാജൻ ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങൾ അറിയാം. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ വലിയ പ്രതിസന്ധിയിലാണ്. പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ ഇ.പി. ജയരാജനെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ് നിലവിലുള്ളത്.